യൂത്ത് കോൺഗ്രസ് സമ്മേളന വേദിയിലേക്ക് ജി കാർത്തികേയന്റെ ഛായാചിത്രം കൊണ്ടുപോകുന്ന ചടങ്ങിനിടെയാണ് എം.ഡി. സുലേഖ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ജയസാധ്യത പരിഗണിച്ച് അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ നേതൃത്വം തീരുമാനിക്കുമെന്ന് സുലേഖ പറഞ്ഞു. ആ UDFന്റെ സ്ഥാനാർത്ഥി കാർത്തിക് സാറിന്റെ പിൻഗാമിയായിട്ട് അവിടെ വിജയിച്ചു വരണമെന്നുള്ളതാണല്ലോ കാർത്തിക് സാറിൻ്റെ കുടുംബം എന്നുള്ളതിലെ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം. അതിനുവേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, എനിക്കും എൻ്റെ മക്കൾക്കും ചെയ്യാൻ കഴിയുന്ന എന്ത് കാര്യവും അവിടുത്തെ UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യും. കാർത്തികേയന്റെ കുടുംബത്തിൽ നിന്നൊരാൾ സ്ഥാനാർത്ഥിയാകണമെന്ന് നിർബന്ധമില്ല. ജി കാർത്തികേയൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് ജനം വോട്ട് ചെയ്യുമെന്നും സുലേഖ പറഞ്ഞു. കാർത്തിക് സാറിന് കിട്ടിയതുപോലെ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ കഴിവുള്ള ഒരു UDF നേതൃത്വം ഇവിടെ ഉണ്ട്. അവരത് കണ്ടുപിടിച്ചോളും. അത് ഹൂഎവർ ഹി ഓർ ഷീ മേ ബി. അത് കുടുംബത്തിൽ നിന്ന് തന്നെ വരണമെന്നുള്ള നിർബന്ധമൊന്നും എനിക്കുമില്ല, ഞങ്ങളുടെ കുടുംബത്തിനുമില്ല. ഉപതെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത എം.ഡി. സുലേഖയ്ക്കാണെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. സ്ഥാനാർത്ഥിയാകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനും ആഭ്യന്തരമന്ത്രിയും നേരത്തെ എം.ഡി. സുലേഖയെ കണ്ടിരുന്നു. താല്പര്യമില്ലെന്നായിരുന്നു അന്ന് സുലേഖയുടെ മറുപടി. അരുവിക്കരയിൽ സുലേഖ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് പാർട്ടി നേതൃത്വം ഇപ്പോഴും തറപ്പിച്ച് പറയുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കോട്ടയം പാറമ്പുഴ കൂട്ടക്കൊലക്കേസ്